പഴയ വീട് റെനോവേറ്റ് ചെയ്യണോ അതോ അത് പൊളിച്ച് പുതിയ ഇതിനൊന്നും പണിയണോ? നമ്മൾ ഇമോഷണലി കണക്ട് ആയ ഒരു വീടാണ്. എൻ്റെ ഫാദർ അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ പണിതൊരു വീടാണ്. എനിക്കത് പൊളിച്ചു മാറ്റാൻ ഒരു താല്പര്യമില്ല. ഞാൻ ഇമോഷണലി ഭയങ്കര കണക്ട് ആയിട്ടുണ്ടെങ്കിൽ 100% അതൊരിക്കലും പൊളിച്ചു പണിയരുത്. എന്നാൽ എനിക്ക് വലിയ ഇമോഷണൽ കണക്ട് ഇല്ല. ഞാനത് റീസെന്റ് ആ പ്ലോട്ട് മേടിച്ചപ്പോൾ അവിടെ ഒരു വീട് ഉണ്ടായിരുന്നതാണ്. അത് അങ്ങനത്തെ കേസുകൾക്കാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് ഡിമോളിഷ് ചെയ്ത് കളഞ്ഞ് നമുക്കവിടെ പുതിയത് പണിയുന്നതാണ് എപ്പോഴും നല്ലത്. പഴയ വീടിന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് റൂം സൈസുകൾ, ലിവിംഗ് റൂമിന്റെ ആണെങ്കിലും ബെഡ്റൂമിന്റെ ആണെങ്കിലും സൈസ് കൂട്ടാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കോസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ റെനോവേഷനും പുതിയ വീടും തമ്മിൽ നമ്മുടെ കോസ്റ്റ് നോക്കുമ്പോൾ വലിയ വ്യത്യാസം വരാൻ ചാൻസ് ഇല്ല. കാരണം റെനോവേറ്റ് ചെയ്യുന്ന വീടിനകത്തെല്ലാം നല്ല കോസ്റ്റ് വരുന്നത് നമ്മൾ കാണാറുണ്ട്. ആ മിക്ക കോസ്റ്റുകളും ഹിഡൻ ആയിരിക്കും. കാരണം ഒരിക്കലും ഒരു പഴയ വയറിംഗിൽ കൊണ്ടുപോയി നമുക്ക് പുതിയ സ്വിച്ചസ് പിടിപ്പിക്കാൻ പറ്റത്തില്ല. റെനോവേറ്റ് ചെയ്യുമ്പോൾ തന്നെ പൊസിഷൻസ് പലതും മാറുന്നതിനൊപ്പം തന്നെ ഇലക്ട്രിക്കൽ മാറും, പ്ലംബിംഗ് മാറും, ടൈൽസ് മാറും, അങ്ങനെ ഒരുമാതിരി എല്ലാ സാധനങ്ങളും മാറും. പുതിയത് ചെയ്യുന്നതിനേക്കാളും കോസ്റ്റാണ് പഴയത് കുത്തിപ്പൊളിച്ച് പുതിയത് ചെയ്യുന്നത്. പിന്നെ പഴയ വീട് റിനോവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും 100% ഒരു നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് നമുക്ക് ഒരിക്കലും എൻഷുർ ചെയ്യാൻ പറ്റത്തില്ല. പഴയ ജോയിൻസ് വരും. പഴയ ബിൽഡിങ്ങിനോട് കൂടി പുതിയ ജോയിൻസ്, പുതിയ പാർട്ട് ആഡ് ആവും. ഈ പറഞ്ഞ ജോയിൻസിലെല്ലാം ലീക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. പുതിയതിനകത്താണെങ്കിൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നം നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഫിനിഷസ് കാര്യങ്ങളിലെല്ലാം ഹൈറ്റിന്റെ കാര്യത്തിലും പഴയ വീടുകളെല്ലാം താന്നായിരിക്കും ഇരിക്കുന്നത്. പുതിയ വീടുകളിലെല്ലാം പൊക്കിയാണ് നമ്മൾ പണിയുന്നത്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഒരു ലിമിറ്റേഷൻ ആണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് ഈ വീട് പൊളിച്ചു പണിയണോ അതോ റിനോവേറ്റ് ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ ഫൈനൽ ഡിസിഷൻ എടുക്കാനായിട്ട്.